ഫൈനലി രാജീവ് ചദ്ദ ജൻസികളുടെ ഹീറോ ആയ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എം പിമാരുടെ പെർഫോമൻസ് വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റീൽസും ലൈക്കും സെലിബ്രേറ്റും ചെയ്യപ്പെട്ട ഒരു നേതാവാണ് രാജീവ് ചദ്ദ. AAPയുടെ രാജ്യസഭ MP ആയിരുന്നു, ഉപനേതാവായിരുന്നു. അങ്ങനെ ഫൈനലി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ഓപ്പറേഷൻ ലോട്ടസിലൂടെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ BJPയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ച ഒരു ചാണക്യ തന്ത്രം എന്ന് പറഞ്ഞാൽ, സാധാരണ ഇങ്ങനെ കൂറുമാറി ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമം അപ്ലിക്കബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ രാജീവ് ചദ്ദ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ AAPയുടെ 10 MP-മാരിൽ 7 ആളുകളെയും BJPയിൽ എത്തിക്കാൻ കഴിഞ്ഞു. ക്രിക്കറ്റ് കളിക്കാരനായ ഹർഭജൻ സിംഗ് ഒക്കെ ഈ ഒരു കൂട്ടത്തിലുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എനിവേ 3-2 MP-മാരും BJPയിലേക്ക് ചാഞ്ഞതോടുകൂടി ഒരു ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന നിയമം ആപ്ലിക്കബിളും ആവില്ല. അദ്ദേഹത്തിന് ഇനി രാജ്യസഭയിൽ BJPയുടെ പ്രാതിനിധ്യത്തോടു കൂടി BJPയുടെ MP ആയി അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിയും. അപ്പോൾ സത്യത്തിൽ BJPയെ കുറിച്ച് അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഗുണ്ടാ പാർട്ടിയാണെന്നൊക്കെയാണ്. എനിവേ രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥായിയായ രൂപത്തിലുള്ള നിലപാടുകളൊന്നുമില്ലല്ലോ. കാലങ്ങൾക്കനുസരിച്ചും രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ചൊക്കെ നമുക്ക് നിലപാടെടുക്കാൻ പറ്റും. സത്യത്തിൽ ഞാൻ ഈ AAP എന്ന രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ എടുത്ത് അതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അത് പതുക്കെ നമ്മുടെ പൊളിറ്റിക്കൽ ഫോറങ്ങളിൽ നിന്ന് പതുക്കെ ഡിസപ്പിയർ ആവാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ സാധാരണ വിളിക്കാറുണ്ട്. BJPയുടെ NDAയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചാണക്യനാണ് അമിത്ഷാ. ശരിക്കും ഒരു 20-25 വർഷത്തേക്കുള്ള പ്ലാന്, വർഷത്തേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാവാം ഈ AAP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരുപക്ഷെ രൂപീകരിക്കപ്പെടുന്നത്. ഈ 2012 UPA ഗവൺമെൻറ്റിൻ്റെ എതിരെയുള്ള ഒരു അഴിമതി ആരോപണത്തിലൂടെയാണ് സത്യത്തിൽ അണ്ണാ ഹസാരുടെ നേതൃത്വത്തിലൊക്കെ ഈ ഒരു AAP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ പ്രവർത്തകരൊക്കെ എമർജ് ചെയ്ത് വരുന്നത്. ഈ അണ്ണാ ഹസാരെ പിന്നീട് കഴിഞ്ഞൊരു 10-15 വർഷക്കാലമായിട്ട് നമ്മുടെ പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കൾ കാണിക്കുന്ന അഴിമതികളിലോ കാര്യമായ പ്രസ്താവനയൊന്നും നടത്താത്ത ഒരു നേതാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ അദ്ദേഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആ ഒരു സമരം സംഘടിപ്പിച്ചത് എന്നതിനൊക്കെ ഉള്ള കൃത്യമായ സൂചന നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. എനിവേ അങ്ങനെ ആ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയ അതുപോലെയുള്ള പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള നേതാക്കന്മാർക്ക് ഉയർന്നു വരുന്നത്. പിന്നെ പ്രശാന്ത് ഭൂഷണൊക്കെ ഇതൊരു തെറ്റായ നടപടിയായിരുന്നു, അത് UPA ഗവൺമെൻറ് അട്ടിമറിക്കാൻ BJP സ്പോൺസേർഡായി നടത്തിയ പരിപാടിയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എനിവേ 2012 ആ ഒരു മൂവ്മെൻറ്റ് നടത്തി. അങ്ങനെ ഷീലാ ദീക്ഷിത് എന്ന് പറയുന്ന ഡൽഹിയുടെ ഏകദേശം മൂന്ന് ടേമുകളിലായിട്ട് അതിന് മുഖ്യമന്ത്രിയായ ആ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അവിടെ അട്ടിമറിച്ചുകൊണ്ട് AAP അധികാരത്തിലേക്ക് വന്നു. രണ്ടാമതും അധികാരത്തിലേക്ക് വന്നു, മൂന്നാമതും അധികാരത്തിലേക്ക് വന്നു. എനിവേ ഇന്ന് കോൺഗ്രസിൻ്റെ അവിടെയുള്ള അവിടെയുള്ള MLA-മാരുടെ എണ്ണം 0 അങ്ങനെ ഒരു നീണ്ടകാല പ്രവർത്തനത്തിലൂടെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ പതുക്കെ ഇല്ലാതാക്കുകയും അങ്ങനെ AAP എന്ന രാഷ്ട്രീയ പാർട്ടിയെ റീപ്ലേസ് ചെയ്യുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ AAPയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് BJP അധികാരത്തിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഈ AAP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സത്യത്തിലൊരു ഐഡിയോളജി ഒന്നും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. അത് ഡെവലപ്മെൻറ്റ്, ആൻറ്റി കറപ്ഷൻ തുടങ്ങിയുള്ള സ്ലോഗനുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് സാധാരണ പൊളിറ്റിക്സിൽ മത്സരിക്കാറുള്ളത്. സത്യത്തിൽ ഇത്തരം സ്ലോഗൻസ് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിങ്ങൾ ശ്രദ്ധിച്ച് കരുതലോടുകൂടി കണ്ടുവെക്കുക. കാരണം ഒരു പക്ഷേ ഇവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ദീർഘകാല ലക്ഷ്യത്തിലെ ചില കരുക്കൾ മാത്രമായിരിക്കും. പണ്ട് ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ ഇന്ദ്രജിത്തിനോട് പറയുന്ന ആ ഒരു സീനുണ്ടല്ലോ, ശത്രുക്കളുടെ കയ്യിലെ കളിപ്പാവയായിട്ട് പ്രവർത്തിക്കുന്ന, അവർ പോലും അറിയാത്ത ഒരു കളിപ്പാവയായി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കുമെന്ന് പറയുന്നത് പോലെ AAP സത്യത്തിൽ അങ്ങനെ ഒരു കളിപ്പാവയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അവർ നേരെ പിന്നീട് ഡൽഹിയിൽ നിന്ന് നേരെ പഞ്ചാബിലേക്കെത്തി. പഞ്ചാബിൽ ആദ്യം ഒരു ശക്തമായ പ്രതിപക്ഷമായി, പിന്നീട് പതുക്കെ കോൺഗ്രസിനെ വീങ്ങി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അട്ടിമറിച്ച് AAP അധികാരത്തിലേക്ക് വന്നവരുടെ പഞ്ചാബിൽ. അതിനുശേഷം പിന്നെ അവർ നേരെ ഗുജറാത്തിലേക്ക് പോവാണ്.
ഗുജറാത്തിൽ കഴിഞ്ഞൊരു 20 വർഷമായി മോദിയും അതുപോലെ BJP ആണ് ഭരിക്കുന്നത്. അവിടെ ശക്തമായ പ്രതിപക്ഷമായിട്ട് ആരുണ്ട്? കോൺഗ്രസ് ഉണ്ട്. അങ്ങനെ ഒരു തവണ കഴിഞ്ഞൊരു 2017 ഇലക്ഷനിൽ ഒരു പക്ഷേ കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകൾ വരെ അക്കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. 78ഓളം സീറ്റ് നേടാൻ അന്ന് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-15 സീറ്റ് കൂടി നേടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന് അവിടെ ഭരിക്കാനുള്ള ചാൻസ് കൂടി കിട്ടുമായിരുന്നു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ AAP പതുക്കെ രംഗപ്രവേശം ചെയ്യാണ്. അങ്ങനെ AAP ഒരുപാട് കോൺഗ്രസിൻ്റെ പല വോട്ട് ബാങ്കുകളും കടന്നു കയറി. ഇന്ന് കോൺഗ്രസ് അവിടെ വെറും 10-15 സീറ്റുകൾ മാത്രമുള്ള ഒരു പ്രദേശമായി മാറി. AAP വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ അവിടെയുള്ള ഇനിയൊരു 10-15 വർഷത്തേക്ക് കാര്യമായ പെർഫോമൻസ് നടത്താൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ചുരുങ്ങി. അതോടുകൂടി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അവിടെ ഇല്ലാതായി. അവിടെയും ആരാണ് ക്യാച്ച് ചെയ്തത്? BJP ആണ് ക്യാച്ച് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സമർത്ഥമായ ചാണക്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ ഒരു റിസൾട്ട് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇതേ സിമിലർ ആയിട്ടുള്ള പാറ്റേണിലുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ എടുത്തു നോക്കുമ്പോൾ ഈ AAP എമർജ് ചെയ്ത് വന്ന പോലെ തന്നെ എമർജ് ചെയ്ത് വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കിറ്റക്സിൻ്റെ 2020 കിറ്റക്സ് സാബു ജേക്കബിൻ്റെ. അന്നും സാബു ജേക്കബ് മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ ഡെവലപ്മെൻ്റ് ആയിരുന്നു, ആൻറ്റി കറപ്ഷൻ ആയിരുന്നു. അതിന് ആദ്യകാലത്ത് വളരെയധികം കയ്യടി കിട്ടിയിട്ടുണ്ട്. 1-2 പഞ്ചായത്ത് അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടി ഭരണം നടത്തുന്ന ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫൈനലി അവരിപ്പോൾ എവിടെയാണ് പോയി നിൽക്കുന്നത് എന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അവർ NDAയുടെ സഖ്യകക്ഷിയായി മാറി. കേരളത്തിൽ NDAയിലേക്ക് വരാൻ മടിക്കുന്ന ആളുകൾക്കൊക്കെ BJPയിലേക്ക് വരാൻ മടിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ സഖ്യകക്ഷിയായ 2020യിലേക്ക് കയറാനും അങ്ങനെ പതുക്കെ BJPയിലേക്ക് ചാടാനുമുള്ള ആ ഒരു അറപ്പും വെറുപ്പും ഇല്ലാതാക്കുന്ന പണിയാണ് ഇന്ന് കേരളത്തിൽ 2020 എടുക്കുന്നത്. സിമിലർ പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തമിഴ്നാടും കാണാൻ പറ്റും. തമിഴ്നാട്ടിൽ ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് TVK. TVK എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയുടെ പാർട്ടി. ഡെഫിനറ്റ്ലി വിജയ്ക്ക് ഒരുപാട് ഒരു BJP ആൻറ്റി ഹിന്ദി ഒരു ഫേസ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. പല സമയത്ത് അവർ വിമർശിക്കുന്നുണ്ട്, മോദിയെ ഡയറക്റ്റായി വിമർശിക്കുന്നുണ്ട്. മോദിയുടെ പല എന്താ പറയുക കുറേ ബില്ലുകൾ, GST അടക്കമുള്ള ബില്ലുകൾ, വൺ ഇലക്ഷൻ പോലെയുള്ള സംഗതികളൊക്കെ എതിർക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട്. പക്ഷേ ഉറപ്പിച്ച ഒരു ഐഡിയോളജി ബേസ്ഡ് അല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇദ്ദേഹവും ചുവട് മാറ്റി പതുക്കെ BJPയിലേക്ക് പോയാൽ അല്ലെങ്കിൽ AIADMK മുന്നോട്ട് വെക്കുന്ന ആ BJPയുടെ NDAയുടെ ഗ്രേറ്റർ അലയൻസിലേക്ക് വന്ന് ചാടിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഇവരൊക്കെ ബിസിനസ്സുകാരാണ്. ഇവർക്കെതിരെ ഒരു ED പറഞ്ഞയച്ചാൽ, ഒരു ED അയച്ചൊന്ന് വിരട്ടിക്കഴിഞ്ഞാൽ അവർ പതുക്കെ സ്വിച്ച് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേരളത്തിലെ ആളുകളോടാണ്, കേരളത്തിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്തിനെ ബഹുമാനിക്കുന്ന ആളുകളോടാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ പൊതുമണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ സംശയത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാൻ പാടുള്ളൂ. അതാണ് രാജീവ് ചന്ദയുടെ ഈ ഒരു ഡിഫെക്ഷനും അതുപോലെ BJPയിലേക്കുള്ള കൂറുമാറ്റമൊക്കെ തെളിയിക്കുന്നത് എന്നാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഓൾ.